പ്രഡേറ്റർ ബാഡ്ലാൻഡ്സ് ഈ സിനിമ ഐമാക്സിൻ്റെ ഫോമാറ്റിലല്ല അവർ ചെയ്തിരിക്കുന്നത്. അതായത് നോർമൽ തിയേറ്ററിലും നല്ല സിനിമാസ്കോപ്പിക് സ്ക്രീനിൽ കംപ്ലീറ്റ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അതിനകത്ത് അവർ കംപ്ലീറ്റ്ലി വേറൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രീം ഗ്രാഫിക്സ് ആണ്. ഇതിനകത്ത് മനുഷ്യരായിട്ടുള്ള കുറേ മനുഷ്യരല്ല, റോബോട്ടിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. നമ്മളങ്ങനെ കണ്ടിങ്ങനെ അതിശയിച്ചിരിക്കുക. ഞാനിതിൻ്റെ ഫസ്റ്റ് സീരീസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അർണോൾഡൊക്കെ ആ ഒരു സീരീസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് തന്നെ അന്നത്തെ കാലത്ത് 5.1 സറൗണ്ടിൽ ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ആ ഒരു മൂവി കാണുന്നത്. ക്യാരക്ടറിൻ്റെ മുഖം അതുണ്ടാക്കിയ ഒരു അസ്വസ്ഥത, ഫേസ് കാണുമ്പോൾ ആ ഒരു പ്രോസ്തറ്റിക്സ് എല്ലാം കൂടെ കണ്ടിട്ടുള്ള ഒരു എക്സ്ട്രീം ഇറിറ്റേഷനാണ് തോന്നുന്നത്. നമുക്ക് ഒരു ഫിയർ അല്ല, ഒരു മനുഷ്യൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു വൾഗറാക്കിയ ഒരു അനിമലിഷ് സാധനം. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒരുപാട് മൂവീസിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വന്നെങ്കിലും പ്രഡേറ്ററിൻ്റെ ആ ഒരു ഫേസ് എന്ന് പറയുന്ന ഒരു ഐക്കോണിക് ഫേസാണ്. അപ്പോൾ അതേ സെയിം സാധനം തന്നെ നമുക്കൊന്നും കൂടെ 3Dയിൽ എക്സ്പീരിയൻസ് ചെയ്യാം. അതും കുറച്ചും കൂടെ ഇമ്മേഴ്സീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയപ്പോഴത്തേക്ക് വേറെ ലെവലായിരുന്നു.